നമസ്തേ, പ്രീതാസ് കെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരിവും മധുരവും ഒക്കെ ചേർന്നിട്ട് ഉള്ള വളരെ രുചികരമായ ഒരു പഴംപൊരിയാണ്. ഓരോ ബൈറ്റും നമ്മൾ ആസ്വദിച്ച് കഴിക്കും, അത്ര ടേസ്റ്റാണ് ഇതിന്. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴം എടുത്തോളൂ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതവിടെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ വലുതൊന്ന് 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതല്ലേ, സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യണ പോലെ നീളത്തിൽ, അത്യാവശ്യം ഒരുപാട് നൈസുമല്ല ഒരുപാട് കനത്തിലുമല്ല, അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇത് വറുത്ത പുട്ടിൻ്റെ അരിപ്പൊടിയാണ്. നല്ലോണം വറുത്ത പൊടിയാവുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. അതിൽ സാധാ പൊടി അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം കൂടി പോകണ്ടല്ലോ. കട്ടകളൊന്നുമില്ലാതെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതാണ്ടല്ലേ ഈ പരുവത്തിലാവണം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള പഴംപൊരിയാണ് പറഞ്ഞില്ലേ, അതിന് വേണ്ടി 3 പച്ചമുളക് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നടു പിളർന്നതിന് ശേഷം നല്ല പൊടിയായിട്ട് അരിയ. ഈ മുളകിന് അധികം എരിവൊന്നുമില്ല. ഇതുപോലെ നടു പിളർന്നതിന് ശേഷം പൊടിയായി അരിഞ്ഞാലാണ് നല്ല നൈസായിട്ട് അരിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പച്ചമുളക് നേരത്തെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതേപോലെ തന്നെ പൊടിയായിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മല്ലിയിലയും 2 തണ്ട് കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടിയും ചേർക്കാനുണ്ട്. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കറുത്ത എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എള്ളിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മീതെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ബാറ്ററിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരിയിൽ നിന്ന് ആ മസാലയൊക്കെ പോവുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സ്ലൈസ് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, അത് ഈ ബാറ്ററിൽ അതുപോലെ നേരെ മുക്കിയിട്ട് നല്ലോണം ആ മല്ലിയിലയും പച്ചമുളകൊക്കെ പൊതിയത്തക്ക രീതിയിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വിട്ടിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടിയൊക്കെ തിരിച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്യണ പോലെ. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ പഴംപൊരി എത്രമാത്രം ഫ്രൈ ആവണമെന്ന്. ഇപ്പം നേരെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കൂടുതലായാൽ അത് ഒരുപാട് കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി കൂടെ കുറച്ച് പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ മതി. എന്നാൽ ടേസ്റ്റോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.